നമസ്കാരം. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉള്ളൊരു വലിയ ഒരു പ്രശ്നം എന്നൊക്കെ തന്നെ പറയാം. അത്രയും എല്ലാവരും നേരിട്ട് കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് നമ്മുടെ തലയിലെ താരൻ, അതുപോലെ മുടി കൊഴിച്ചിൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അതിന് പറ്റിയൊരു ചെറിയൊരു എന്താ പറയുക, പൊടിക്കൈ എന്ന് പറഞ്ഞോണം ഒരു സംഭവമാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഞാനിപ്പോൾ അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഇട്ടിട്ട് എല്ലാം അപ്ലൈ ചെയ്തെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞെല്ലാം സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ അതിന് വെറും 3 സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ആദ്യം വേപ്പില പൊട്ടിക്കാം. നല്ല വെയിലാട്ടോ. അപ്പോൾ നമുക്ക് വേപ്പില പൊട്ടിക്കേ. അപ്പോൾ നമ്മൾ വേപ്പിലൊക്കെ പൊട്ടിച്ചു. അതാ നല്ല മണമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് വേപ്പിലിട്ട് പോകണം. അപ്പോൾ നമ്മൾ വേപ്പിലൊക്കെ പൊട്ടിച്ചു. അപ്പോൾ നമുക്ക് അടുത്തത് ഇതൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റണം. എന്നിട്ടിത് 1 കപ്പ് മതി നമുക്ക്, നമ്മുടെ മുടിയുടെ അനുസരിച്ച് 1 കപ്പോ 2 കപ്പോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്നത്, ബാക്കി കറ്റാർവാഴ ആയാലും വെളിച്ചെണ്ണ ആയാലും കൂടുതൽ വേണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇതൊരു 2 കപ്പ് വേപ്പില എടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് വേപ്പില ആകുമ്പോൾ 2 സ്പൂൺ കറ്റാർവാഴയുടെ ജെല്ല്, 2 സ്പൂൺ വെളിച്ചെണ്ണ, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിത് ഇലകളെല്ലാം നുള്ളിയെടുക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ നമുക്ക് 2 ബൗള് വേപ്പിലിടാം. 2 ബൗള് വേപ്പില. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലിട്ട് വേപ്പില ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കരിയണം വരെ ഇളക്കണം. വേപ്പില ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായി കരിഞ്ഞ് കിട്ടണം, എന്നാലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ പച്ച ഒരു കളറൊക്കെ മാറി വേറെ കളറൊക്കെ ആവുന്നുണ്ട് കണ്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊട്ടിങ്ങനെ ടക്ക് ടക്ക് എന്നൊരു ഒച്ചയൊക്കെ ഉണ്ട്. കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് മണമൊക്കെ ഇതായി തുടങ്ങി. അപ്പോൾ നമുക്ക് നന്നായി കരിയിക്കാം. പിന്നെ നമ്മളിപ്പോൾ വെളിച്ചെണ്ണയും കറ്റാർവാഴയും ഇപ്പോൾ ചേർക്കില്ല കേട്ടോ. അത് കരിച്ച് പൊടിച്ച് അരിച്ചെടുത്തതിന് ശേഷമാണ് അതൊക്കെ ചേർക്കുള്ളൂ. ഇപ്പോൾ വെറുതെ വേപ്പില മാത്രം. അപ്പോൾ ഇതേനാ ഉണ്ടോ, ഇത് നന്നായി കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചട്ടിയുടെ ചൂടും എല്ലാം നന്നായി കരിഞ്ഞ്. ഇനിയിപ്പോൾ നമുക്കിതൊരു ഇതിലേക്ക് മാറ്റിയിട്ട് വേണം പൊടിച്ചെടുക്കണം. നന്നായി പൊടിച്ചിട്ട് ഇത് അരിച്ചെടുക്കണം നമുക്ക്. നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് പൊടിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇട്ട് പൊടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തത് ഇനി അരിക്കണം. ഇതേപോലെ നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇതരിക്കാം. നന്നായി പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇതാ പൊടിച്ചപ്പോൾ നല്ല പൊട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വീണ്ടും മിക്സിയിലിട്ടിട്ട് നമുക്ക് കറ്റാർവാഴയുടെ ജെല്ലും അതേപോലെ വെളിച്ചെണ്ണയും കൂടി ഒന്നും കൂടി അടിക്കണം. അപ്പോൾ ഇത് നമ്മൾ 2 സ്പൂൺ വേപ്പിലയാണ് എടുത്തത്, കരിച്ച് പൊടിച്ചെടുത്തതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അതിലിനി 2 സ്പൂൺ കറ്റാർവാഴ ജെല്ലും 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം. രണ്ട് സ്പൂൺ കറ്റാർവാഴ ജെല്ല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതും 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അടുത്ത നമുക്ക് വെളിച്ചെണ്ണ, രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്കൊന്നും കൂടി അടിച്ചിട്ട് വരാം. അപ്പോൾ തന്നെ നമ്മൾ അടിച്ചെടുത്ത വേപ്പിലയും കറ്റാർവാഴയും വെളിച്ചെണ്ണയും കൂടി ഉള്ളത് ഇതിങ്ങനെ വന്നോട്ടെ. ഇത് നന്നായിട്ട് ഞാൻ കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് തലയിൽ പരട്ടണം. അപ്പോൾ തലയിൽ പരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ തീരെ വെളിച്ചെണ്ണ പാടില്ല. അപ്പോൾ തലയിൽ ഒട്ടും വെളിച്ചെണ്ണ പാടില്ല. ഇതേപോലെ തീരെ വെളിച്ചെണ്ണ ഇല്ലാത്ത മുടിയിലായിരിക്കണം ഇത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും അതുപോലെ കറ്റാർവാഴ ജെല്ലൊക്കെ ഒരിത്തിരി കൂടുതലിട്ടെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം മുടിക്ക് ഹെൽത്ത് നൽകണമായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പം ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിലിടാൻ പോവാണേ. അപ്പോൾ ഫുള്ള് തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നമ്മൾ തലയിൽ വെച്ചിട്ട് ഷാമ്പു ഉപയോഗിക്കാണ്ട് വെറുതെ നല്ല പച്ചവെള്ളത്തിൽ കഴുകി കളയാൻ മതി. ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഇനി 1 മണിക്കൂർ 1 മണിക്കൂർ തലയിൽ നന്നായിട്ട് വെക്കണം. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടമായി, നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.